ആണുങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയോ ലൈഫിൽ ഏറ്റവും കൂടുതൽ? ഞാൻ പറയാം, അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയാം. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിന്റെ പോയിന്റ് മാറി കിട്ടും. ശ്രദ്ധിച്ച് കേൾക്കണം. പുരുഷന്മാര് പ്രോബ്ലം സോൾവേഴ്സ് ആണ്. നമ്മൾ ഒരു പ്രോബ്ലമിന്റെ സൊല്യൂഷൻ അല്ല വേണ്ട, എൻ്റെ പ്രശ്നങ്ങൾ വെറുതെ കുറച്ചു നേരം ഒരാൾ കേട്ടാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും എന്നാണെങ്കിൽ അത് ആദ്യമേ പുരുഷനോട് ക്ലിയർ ആയിട്ട് പറയണം. സ്ത്രീകളുടെ ഫോക്കസ്, ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നത് എന്നെ അല്ലേ? ഈ ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടോ? ഇല്ല. അതിനാണ് സിംഗിൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതേ ചോദ്യം വീണയോട് ചോദിച്ചാൽ എൻ്റെ ഈ പുതിയ കമ്മൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. അപ്പോഴാണ് കമ്മലിലേക്ക് ഫോക്കസ് പോകുന്നത്. അപ്പൊ കൊള്ളാലോ, ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് അപ്പോഴേ ചോദിക്കുള്ളൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോ അല്ല, മനസ്സിലായോ? എന്തോ കുഴപ്പമുണ്ട്, പക്ഷെ ആരും അറിയണ്ടായിപ്പോയത് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇയാള് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞെട്ടി, അയ്യോ ഇയാള് കണ്ടുപിടിച്ചു എനിക്കെന്തോ കുഴപ്പമുണ്ട്. അപ്പൊ ഉടനെ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. എന്താ എനിക്കെന്താ കുഴപ്പം? ഞാനൊക്കെ എത്ര ദിവസങ്ങൾ കരഞ്ഞിട്ടുണ്ടെന്നറിയോ? ഓൾമോസ്റ്റ് എല്ലാ മാസവും ഏകദേശം ഒരേ സമയമാകുമ്പോൾ ഞാൻ കരച്ചിലും ലൈഫ് ഇസ് മീനിങ്ലെസ്. സ്ത്രീയുടെ ഈഗോ പോലെ അല്ല പുരുഷന്റെ ഈഗോ. അതിന് നല്ല തണ്ടയിടം ഉണ്ട്. ഒരിക്കലും ഒരു പുരുഷന്റെ ഈഗോനെ അങ്ങോട്ട് ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്താൽ പിന്നെ അത് തിരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രോബ്ലം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. വാട്ട്സ് ദ സൊല്യൂഷൻ? തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഡിവോഴ്സുകളിൽ 40% ഈ പെരിമെനോപോസിസ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പൊതുവെ നമ്മുടെ ചുറ്റിന് തന്നെ സൊസൈറ്റിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, പല ഡിവോഴ്സസും പെട്ടെന്ന് ഒരു വ്യക്തമായ കാരണമില്ലാത്ത പോലെ തോന്നുന്നു. പക്ഷെ അതിൽ ജനറലി ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് ഒരു 40+ ആയിട്ടുള്ള ലേഡിയാണെന്ന് ഇപ്പോൾ കുറേ പേര് കാണാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ ജനറലി ഈ ആവശ്യപ്പെട്ട ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ ഇത്രയും വർഷത്തെ ദാമ്പത്യത്തിൽ അപ്പോൾ ഇതുണ്ടായിരുന്നില്ലേ, ഇതിപ്പോൾ ഉണ്ടായ കാര്യങ്ങളല്ല പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജനറലി സ്ത്രീകൾ ഈ സമയത്ത് വളരെ സെൻസിറ്റീവാണ്. അതായത് പെരിമെനോപോസൽ ടൈമിൽ വളരെ സെൻസിറ്റീവാണ്. അവരുടെ സ്റ്റിമുലായി അവരുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഭയങ്കര സെൻസിറ്റീവായി മാറുകയാണ്. ഇപ്പോൾ ഡസ്റ്റ് അലർജി ഉള്ള ഒരാൾക്ക് ഡസ്റ്റ് എങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നോ ബാക്കിയുള്ളവർ അതേ പൊടിയിൽ ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നുണ്ടാവും. ഈ ഡസ്റ്റ് അലർജി ഉള്ള ആൾക്ക് അതിൻ്റെ റിയാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് സെൻസിറ്റിവിറ്റിയിലാണ് ഇമോഷണൽ ട്രിഗേഴ്സിനോട് സ്ത്രീകൾക്ക് ഈ ടൈമിൽ. ബിക്കോസ് ബേസിക്കലി ബ്രെയിനിൽ ന്യൂറോ കെമിസ്ട്രി മാറിക്കിടക്കുകയാണ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം. അപ്പോൾ സെൻസിറ്റിവിറ്റി എല്ലാത്തിനോടും കൂടും. ഇത് പെരിമെനോപോസ് ആണ് എന്ന തിരിച്ചറിവില്ലെങ്കിൽ അവരുടെ ചുറ്റിനുള്ള എല്ലാ കാര്യത്തിലും പ്രോബ്ലം ഉണ്ടെന്ന് ഫീൽ ചെയ്ത് തുടങ്ങും. അത് വളരെ റിയൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ലൈഫിന് അർത്ഥമില്ല, എൻ്റെ റിലേഷൻഷിപ്സ് ഒട്ടും കറക്റ്റല്ല, എൻ്റെ മാരേജ് ഭയങ്കര വൺ സൈഡഡ് ആണ്, എല്ലാം ഞാൻ ചെയ്യേണ്ടി വരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഒന്നിനും കോപ്പറേറ്റീവ് അല്ല, സപ്പോർട്ടീവ് അല്ല എന്നൊക്കെയുള്ള ഫീലിങ്സ് വളരെ ജെന്യുവൻ ആണ്. ആ ജെന്യുവൻ ഫീലിങ്സ് എവിടെ നിന്നാണ് ക്രിയേറ്റ് ആവുന്നത്? നമ്മുടെ ന്യൂറോ കെമിസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ ആദ്യം ഒരു ഡിവോഴ്സോ ഒരു ദിസ് ഇസ് ഇനഫ്, എനിക്കിനി ഇത് ഇങ്ങനെ ഈ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള തോന്നലാണ്. ഈ സ്റ്റേജിൽ സഫർ ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമല്ലല്ലോ. സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് മനസ്സിലാവാത്ത കുറേ പുരുഷന്മാരുണ്ട്. പെട്ടെന്ന് ലൈഫിൽ നമ്മുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതെന്താണെന്ന് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു അവസ്ഥയാണെന്ന് എനിക്കറിയണ്ടായില്ല. ഇല്ല, അറിയില്ല. എങ്ങനെ അറിയും? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര്, ഞാൻ പറയുകയാണെങ്കിൽ ഈ പുരുഷന്മാരുടെ സൈഡിലിരുന്ന് പറയുകയാണെങ്കിൽ ഈ പെരിമെനോപോസിസ് എന്ന് പറയുന്ന ഈ അവസ്ഥ സ്ത്രീകൾ മാത്രമല്ല സഫർ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഇവരുടെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എല്ലാ പുരുഷനും അനുഭവിക്കേണ്ടി വരും. അല്ല, എനിക്കിതൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു പുരുഷനൊരു അസുഖം വന്നു വയ്ക്കും, ചിലപ്പോൾ ഷുഗർ ആയിക്കോട്ടെ. ഷുഗർ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു അസുഖമാണ്. എന്നാലും അവരെന്താ ചെയ്യുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തി അവർ ഡോക്ടേഴ്സിനെ കണ്ട് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണോ അതൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക പോലും വേണ്ട, അവരുടെ മാറ്റങ്ങൾ വരുത്തി നടക്കേണ്ടൊക്കെ അവർ ചെയ്യുന്ന ഡീപ്പ് സ്റ്റഡി നടത്തുന്നുണ്ട്. അപ്പോൾ അതേ സ്റ്റഡി അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടായി വന്നാൽ ഒരു പക്ഷേ
ഈ പറഞ്ഞ സിറ്റുവേഷൻസ് വീട്ടിലുണ്ടാവില്ലായിരിക്കും. ഗംഭീരം. അതായത് നമ്മള് ഗൂഗിളിൽ പോയിട്ട് ഒരു സെർച്ച് നടത്തണം, റൈറ്റ്. അതിന് ഒരു വാക്കിടണ്ടേ? അതെ. ആ വാക്ക് എന്താണ്? അത് ശരിയാ, അതൊരു പോയിന്റ് ആണ്. അതാണ് നേരത്തെ ഡയബറ്റീസ് എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ ഇവർക്ക് അറിയാം, ഓ ഡയബറ്റീസ്, ഞാൻ പോയി സെർച്ച് ചെയ്യാം. ഇതിന് വാക്കേ അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് എൻ്റെ ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചു. ഓക്കെ, എന്ത് സംഭവിച്ചു? അവര് ലോസ്റ്റ് ആണ്. ബിക്കോസ് അവരുടെ ബോഡിയിൽ ഇങ്ങനൊരു സാഹചര്യം ഇല്ല. അവർക്ക് ഒരു പ്രിഡോമിനന്റ് ഹോർമോൺ ആണുള്ളത്, ടെസ്റ്റോസ്റ്ററോൺ ആണ്. അവരുടെ റണ്ണിങ് ഹോർമോൺ സിസ്റ്റം ഇസ് റണ്ണിങ് ഓൺ ടെസ്റ്റോസ്റ്ററോൺ പ്രിഡോമിനന്റ്ലി. ബാക്കിയെല്ലാം കോമൺ ആയിട്ടുള്ള ഒരുപാട് ഹോർമോൺസ്, അവർക്കും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉണ്ട്, സ്മോൾ എമൗണ്ട്സ്. ജസ്റ്റ് ലൈക്ക് സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു സ്മോൾ എമൗണ്ടിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. ഒരിക്കലും ഒരു മെയിലിന്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് പോലെയല്ല നമ്മുടെ. അതേപോലെ ഇവർക്ക് സ്ത്രീയുടെ ശരീരം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ സൊസൈറ്റിയിൽ അതിന് ലിറ്ററേച്ചറില്ല, മെഡിസിനിൽ തന്നെ ഇതിന് ലിറ്ററേച്ചർ വളരെ കുറവാണ്. ഇതൊരു കോമൺ ടോപ്പിക് അല്ല. ആരും പൊതുവെ ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല. എന്തുകൊണ്ട്? എല്ലാവരുടെ വിചാരം അവർ വ്യക്തിപരമായി നേരിടുന്ന ഒരു സംഘർഷമാണിത്. ഇത് എൻ്റെ പ്രശ്നം, എൻ്റെ ദാമ്പത്യത്തിലുള്ള പ്രശ്നം, ഇത് വേറെ ആരോടും ഞാൻ പറയേണ്ട കാര്യമില്ല, വേറെ ആരും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിരിക്കുന്ന ഒരു സമയത്തെ കാര്യമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ബിക്കോസ് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്ത്രീ ഇപ്പോൾ ഈ നമ്മൾ പറയില്ലേ, ഒരു കണ്ണ് വേദനിച്ചാൽ മറ്റേ കണ്ണിന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന ചൊല്ല് പോലത്തെ പ്രശ്നമാണിത്. ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻവയറമെൻറ്റും ഒരു ലോകം തന്നെയാണത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അതിൽ കോറിൽ ആ ഹസ്ബൻഡും വൈഫാണല്ലോ അതിൻ്റെ ഒരു റിയാലിറ്റി. ബിക്കോസ് കുട്ടികൾ വളരും, അവർ വീട് വിട്ടു പോവും, ഇവരാണ് ലൈഫ് പാർട്ട്നേഴ്സ്, അങ്ങനെ വേണം പറയാൻ. ഇപ്പം മാരേജ് ആയാലും ലിവിങ് ടുഗദർ ആയാലും എന്തായാലും ദേ ആർ ഡിസൈഡിങ് ടു ബി ലൈഫ് പാർട്ട്നേഴ്സ്. അതിൽ ആ ലൈഫ് പാർട്ട്ണർഷിപ്പ്, ഇപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സ് ഒരുമിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു ബിസിനസ് പാർട്ട്ണറുടെ സ്വഭാവമേ മാറിക്കഴിഞ്ഞാൽ മറ്റേ ആൾ ചോദിക്കില്ല, ഇത് എന്താ ഇത്, ഇങ്ങനെ അല്ലല്ലോ നമ്മുടെ കോൺട്രാക്റ്റിലുള്ളതെന്ന് ചോദിക്കും. പക്ഷെ മാരേജ് കോൺട്രാക്റ്റിൽ പെരിമെനോപോസ് ഇല്ല. ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല. അതായത് പുരുഷൻ മാത്രമല്ല, ഇവിടെ സ്ത്രീക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണ് പ്രോബ്ലം. ഒരു സ്ത്രീക്ക് അറിയാമെങ്കിൽ അവര് ക്ലിയർ ആയിട്ട് ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടായി, ഓക്കെ, ബിക്കോസ് ഒരു സുപ്രഭാതത്തിലാണ് ഈ മാറ്റങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെരിമെനോപോസ് എന്ന് പറയുന്നത് ഇടിവെട്ട് കൊണ്ട പോലെയാണ് വരുന്നത് ജീവിതത്തിലേക്ക്. ഒരു ബന്ധാണെന്ന് ഞാൻ പറയും. ഒരു ഇടിമിന്നൽ പോലെ ഒരു ദിവസം അങ്ങ് വന്നു. അതെന്നാണെന്ന് നമുക്കും അറിയില്ല, ആർക്കും അവരുടെ ലൈഫിൽ അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ അല്ലല്ലോ ഈ പേഴ്സൺ എന്ന് മറ്റേ ആൾക്കാണ് മനസ്സിലാവണം. ബിക്കോസ് സ്ഥായിയായിട്ടിരുന്നത് ആരാ? പുരുഷൻ. സ്ത്രീയാണ് മാറിയത്. ഞങ്ങളെ വഷളാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ പോലുള്ള ആൾക്കാരെ. അതിലേക്ക് വരാം. പക്ഷെ മെയിൻ കാര്യം ഈ പെരിമെനോപോസ് ഇടിവെട്ട് പോലെ വന്നു ഒരു ദിവസം ലൈഫിലേക്ക്. ഈ സ്ത്രീ ഒരിക്കലും ഇത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല. നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളോടുള്ള എന്തോ ദേഷ്യത്തിന്റെ പുറത്തോ ഒന്നുമല്ല. ബേസിക്കലി അവരുടെ കംപ്ലീറ്റ് ബോഡിയിലെ ന്യൂറോ കെമിസ്ട്രി ബയോ കെമിസ്ട്രി താഴ്മാറായി. പെട്ടെന്ന് ഒരു സർജ് ഓഫ് പ്രോബ്ലംസ് ഒരു ദിവസത്തിൽ പെട്ടെന്ന് ഇത് ഫീൽ ചെയ്തു. ഇത് പതുക്കെ ക്രമേണ തുടങ്ങിയ കാര്യമാണ്. പക്ഷെ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഒറ്റ ദിവസമാണ്. അത് ഇവർ അൺകോൺഷ്യസ് ആണ്. ഇതാണ് ഫസ്റ്റ് കാര്യം. ഇവർക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാത്ത പോലെ തന്നെ മിക്ക സ്ത്രീകൾക്കും അറിയില്ല ഇങ്ങനൊരു സാധനമുണ്ട്, ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ തലയിൽ ഇടിത്തി പോലെ വരും എന്നൊന്നും അറിയില്ല. അപ്പോൾ അവർ അൺകോൺഷ്യസ് ആയിട്ട് റിയാക്ട് ചെയ്യാണ്. അവരുടെ ഉള്ളിലൊരു ബയോളജിക്കൽ സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സിന് അവർ മെൻ്റലി അതിനെ അങ്ങ് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഇപ്പം ഹൈ BP ഉള്ളവരെ കണ്ടിട്ടുണ്ടോ? ഇവർ ദേഷ്യപ്പെടുന്നത് പെട്ടെന്ന് അവർ പൊട്ടിത്തെറിക്കും. എന്തിന്? പുറത്ത് ലോകത്ത് ഇവിടെ ഒന്നും സംഭവിച്ചില്ല, അവരുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് പ്രഷർ അങ്ങോട്ട് പോയിട്ട് അവരത് ദേഷ്യമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നടക്കുന്നത്. കോൺഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? നമുക്ക് നമ്മളെ പറ്റി ഒരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ഉൾവലിയും. എങ്ങാനും എനിക്ക് എന്നെ പറ്റി അറിയില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായാൽ അത് മോശമല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നമ്മളത് ഒഴിവാവുക, അങ്ങനൊന്നും ഇല്ല എന്ന് പറയാൻ നോക്കുക. അപ്പൊ ഈ ഉൾവലിയുമ്പോ ബാക്കി ആർക്കും ഇത്
പെട്ടെന്ന് പിടികിട്ടില്ല. ആ. പക്ഷെ നമ്മുടെ ജീവിത പങ്കാളി, അതും വർഷങ്ങളായിട്ട് കൂടെ നിന്ന ഒരാൾക്ക് ഇത് ക്ലിയർ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇയാളുടെ മനസ്സിൽ ആദ്യം വരുന്ന സംശയമാണ്, ഇതെന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ, എന്ത് പറ്റി, ഇവിടെ എന്താ പ്രശ്നം? ഇയാളുടെ ഉള്ള അറിവ് വെച്ചിട്ട് ഇയാൾ എല്ലാ പെർമ്യൂട്ടേഷനും കോമ്പ്യൂട്ടേഷനും ചിന്തിച്ചു നോക്കും. ബിക്കോസ് ഇയാളുടെ ഈ ചുരുക്കം കുറച്ച് അറിവല്ലേ ഉള്ളൂ ഒരു സ്ത്രീയുടെ ബോഡിയും മൈൻഡിനെ കുറിച്ചൊക്കെ. അതൊക്കെ വെച്ചിട്ട് ഇതൊരു പക്ഷേ ഇത് വേറെ സംഭവം എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഇവിടെ നിന്ന് അങ്ങോട്ട് കൺഫ്യൂഷന്റെ മുകളില് 4 ഇരട്ടി കൺഫ്യൂഷൻ. ഇനി വഴക്കിനും പ്രശ്നങ്ങൾക്കുള്ള ബാറ്റിൽ ഗ്രൗണ്ടായി. അപ്പൊ എന്താ, ഇവര് തമ്മിൽ അകൽച്ചയാണ് കൂടുന്നത്. സ്ത്രീയുടെ ഉള്ളിൽ സ്ട്രെസ് കൂടുന്നു, പുരുഷന്റെ ഉള്ളിലും സ്ട്രെസ് കൂടുന്നു. ഇനി നമ്മൾ എന്താ, ഒരു പ്രഷർ കുക്കർ സൃഷ്ടിക്കുകയാണ്. ആ വിവാഹ ജീവിതം ഒരു പ്രഷർ കുക്കറായി മാറുക. ഈ സ്ത്രീക്ക് വേണ്ടത് ആ സമയത്ത് സപ്പോർട്ടും സപ്ലിമെന്റേഷനും അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. അതിന് പകരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ ഉള്ള സിറ്റുവേഷനേക്കാളും 10 ഇരട്ടി വഷളായ സിറ്റുവേഷനിൽ ഈ സ്ട്രെസ്സിൽ ജീവിക്കേണ്ടി വരിക. അപ്പോൾ ഹോർമോൺസ് ഒന്നും കൂടെ കെയോസ് ആവും. ഇനി ഇത് അവിടെ നിന്ന് അങ്ങോട്ടൊരു ക്യൂമുലേറ്റീവ് പ്രോബ്ലമായി മാറുകയാണ്. അപ്പം ഇതിലിപ്പോൾ എന്താ പോകും വഴി? അതിനാണ് ഈ ബുക്ക് എഴുതിയത്. ബേസിക്കലി അറിവ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇതെല്ലാവരുടെ ലൈഫിലും ഏതോ ഒരു ഡിഗ്രിയിൽ അനുഭവപ്പെടും. 35+ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനു മുമ്പ് ചിലപ്പോൾ ചിലവർക്ക് തുടങ്ങുമായിരിക്കും, ചിലവർക്ക് 50+ ആയിരിക്കും ഇതിൻ്റെ സിംറ്റംസ് ഉണ്ടാകുന്നത്. അത് റെയറായിട്ട്. പക്ഷെ ഓൺ ആൻ ആവറേജ് 35+ നമുക്ക് ഇതിൻ്റെ സ്ലോലി സിംറ്റംസ് ഫീൽ ചെയ്ത് തുടങ്ങും. ഇതൊരിക്കലും നമ്മുടേതായ ഒരു വ്യക്തിപരമായ ഒരു പ്രോബ്ലമോ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമോ ഒരു കുറവോ ഒരു കുറച്ചിലോ ഉള്ള ഒരു കാര്യമല്ല. ഇതൊരു ബയോളജിക്കൽ ഫ്ലക്ച്വേഷനാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ സ്ത്രീകൾ സപ്ലിമെൻറ്റ്സ് അവർക്ക് കൊടുക്കുന്നില്ലേ? അവർ പറയുന്നുണ്ടോ, എന്തൊരു മോശം, ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വന്നു എന്ന് ആരും പറയുന്നില്ല. അതേപോലെ 40s സപ്ലിമെൻറ്റേഷൻ മസ്റ്റായിട്ട് വേണം. ബോഡിക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുകയാണ്. ഇവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഒരു സ്ത്രീയുടെ ഓവറീസ് ഗ്രാജുവലി അവരുടെ എഗ് പ്രൊഡക്ഷൻ റിലീസ് നിർത്തുകയാണ്. അവരതിലേക്ക് അവരുടെ റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ് കുറയാണ്. എന്ന് വെച്ചാൽ അവരുടെ സെക്ഷുവാലിറ്റിയിൽ ഒരു കുറവും വരേണ്ട ആവശ്യമില്ല. പക്ഷെ അഫ്കോഴ്സ് ലിബിഡോ കുറയും. ബിക്കോസ് ആ ലിബിഡോം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഓവറീസ് റിലീസ് ചെയ്യുന്ന പല ഹോർമോൺസിൽ നിന്നാണ്. പക്ഷെ എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, അപ്പോൾ ഒരു മെനോപോസ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയുടെ ബോഡിയിൽ ഇതൊന്നും പ്രൊഡ്യൂസ് ആവുകയില്ലേ? ഓവറീസാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, അവർ നിർത്താൻ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ കഴിഞ്ഞോ? ഒരിക്കലും ഇല്ല. ഈ റെസ്പോൺസിബിലിറ്റീസ് കിഡ്നീസിൻ്റെ മുകളിലിരിക്കുന്ന അഡ്രീനൽ ഗ്ലാൻസ് ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ ഒരു വീട് മാറ്റമാണ് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തെ കാലാവധിയിൽ ഓവറീസ് പ്രൊഡക്ഷൻ നിർത്തുന്നു, പകരം അഡ്രീനൽ ഗ്ലാൻസ് പതുക്കെ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, നമ്മൾ ആ ഫാക്ടറിയുടെ ലൊക്കേഷൻ മാറ്റി വേറെ സ്ഥലത്തേക്ക്, കൊച്ചിയിലുള്ള ഫാക്ടറി നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് മാറ്റുകയാണ്. എത്ര കെയോസ് ഉണ്ടാവും? ആ കെയോസ് ആണ് ഈ പെരിമെനോപോസ്. അതിന് ഇത്ര അധികം വർഷങ്ങൾ വേണം? വേണം, പതുക്കെ മാറുള്ളൂ. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ മാറാറുണ്ടോ? നമ്മൾ വളർന്ന് ഈ സൈസിലായതുപോലും നമുക്ക് അറിയോ? നമ്മൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയുള്ള ആൾ എങ്ങനെ ഇത്ര ആയി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്ര സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ. ടൈം ലാപ്സിൽ കാണുമ്പോഴേ നമുക്ക് ജീവിതത്തിന്റെ പോക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ ടീനേജർ, ഒരു കുട്ടിയിൽ നിന്നും നമ്മളൊരു അഡൾട്ട് ആയത് എത്ര വർഷം എടുത്തിട്ടാണ്? ടീനേജ് കൗമാരപ്രായം മുഴുവൻ കഴിഞ്ഞിട്ടാണ് അഡൾട്ട് ആയത്. അതേപോലെ ഒരു സ്ത്രീയിൽ നിന്നും അവരുടെ ഗോഡസ് ഫേസിലോട്ടാണ് മാറുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഗോഡസ് ആയി മാറും എന്ന് വെച്ചാൽ അവർ ഫുള്ളി അവരുടെ ഒരു ഫുൾ പവറിലേക്ക് വരും. പക്ഷെ ആ ചേഞ്ച് ഈസി അല്ല. ഇറ്റ് ഇസ് ലൈക്ക് എ കാറ്റർപില്ലർ ടേണിങ് ഇൻ ടു എ ബട്ടർഫ്ലൈ. ഈ കാറ്റർപില്ലറിന് മലയാളത്തിൽ വാക്ക് എന്താ? അതെ, ആ ഒരു പുഴു, ആ പ്യൂപ്പ സ്റ്റേജില്ലേ, ഈ പുഴുവിൽ നിന്നും ശലഭം ചിത്രശലഭമായി മാറുന്നതിന്റെ ഇടയില് ഒരു സ്റ്റേജില്ലേ, എല്ലാം അടച്ചു മൂടി അതിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഈ പുഴു കംപ്ലീറ്റ്ലി ലിക്വിഡായി മാറും. എന്നിട്ട് ഈ ലിക്വിഡ് ജെല്ല് പോലത്തെ ഈ ലിക്വിഡ് ഇരുന്ന് ഇതൊരു ചിത്രശലഭമായി മാറിയിട്ടാണ് പുറത്തേക്ക് പറന്നു പോകുന്നത്. ആ പ്യൂപ്പയുടെ ഉള്ളിലെ അവസ്ഥയില്ലേ, അതാണ് പെരിമെനോപോസ്. അപ്പൊ പ്യൂപ്പനെ പുരുഷന്മാർ സംരക്ഷിക്കണം.
സംരക്ഷിക്കണം. ആ സമയത്ത് ഇത് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ നാച്ചുറലി ചെയ്യില്ല. നിങ്ങൾ സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ആ പ്രേമവും സ്നേഹവും ഇപ്പോഴും മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് മറികടക്കണം എന്ന് ഏതൊരു പുരുഷനും ചിന്തിക്കുക. ഇപ്പം ലവ് മാരേജ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിലും 10, 15, 20 കൊല്ലം കൊണ്ട് ഇത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഹാബിറ്റായി മാറി. നമ്മൾ ഈ ആളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. പുരുഷന്മാർ എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും സ്ത്രീ അങ്ങോട്ട് കുടുംബം അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അങ്ങ് എടുക്കും. അങ്ങനെയാണ് നമ്മുടെ കൾച്ചർ. അതായത് സ്ത്രീ അങ്ങോട്ട് വീട്ടിലെ താക്കോല് അവരുടെ ആരെയും കെട്ടിവെച്ചു കഴിവുണ്ട്. ബിക്കോസ് ആ സമയത്ത് ഹോർമോൺസിന്റെ സർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോർമോൺ ഉള്ളിടത്ത് ഇവിടെ 5 ഹോർമോണാണ് നടക്കുന്നത്. ടെസ്റ്റോസ്റ്ററോണിൽ കാര്യങ്ങൾ ഓടുന്നു, 24 hours അത് റീസൈക്കിൾ ആവുന്നു, അപ്പ് ആൻഡ് ഡൗൺ ഓക്കെ എല്ലാം സെറ്റ്, വിതിൻ 24 hours റീസെറ്റ് ആവും. ഇവിടെ 28 ദിവസം കൊണ്ട് ഇങ്ങനെ തീരമാലകൾ പോലെ വന്ന് പോയി. അതിൻ്റെ ഇടയിൽ പ്രഗ്നൻസി, കുട്ടികളെ, സ്ത്രീകളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരുപാട് ഡയറക്ഷൻസിലാണ്. സ്ത്രീകളുടെ ഫോക്കസ് ഇപ്പം നിങ്ങൾ എന്നെ നോക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നത് എന്നെയല്ലേ? ഈ ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടോ? ഇല്ല. അതിനാണ് സിംഗിൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതേ ചോദ്യം വീണയോട് ചോദിച്ചാൽ വീണയ്ക്ക് ഇവിടെയുള്ള ക്യാമറ, മൈക്ക്, ബെഞ്ച്, ചെയർ, അപ്പുറത്ത് ഇപ്പൊ എന്റെ കമ്മൽ ഇത്തിരി ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കും. ഞാൻ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഈ കമ്മൽ ശ്രദ്ധിക്കാത്ത കാര്യം വീണ ചോദിച്ചില്ലേ? എന്തുകൊണ്ട് ഇതിനെ ഡിഫ്യൂസ്ഡ് ഫോക്കസ് എന്ന് പറയും. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഡിഫ്യൂസ്ഡ് ഫോക്കസും പുരുഷന്മാർക്ക് സിംഗിൾ ഫോക്കസും വന്നു? ഇതൊരു വലിയ മാറ്റമാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ജനറലി പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിന്റെ പോയിന്റ് മാറിക്കിട്ടും. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് എൻ്റെ ലൈഫിൽ പ്രായോഗികമാക്കിയ ഒരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും മനസ്സിലായിരുന്നില്ല ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ. അവര് പുരുഷന്മാർ പറയുന്നില്ലേ സ്ത്രീകളെ മനസ്സിലാവുന്നേ ഇല്ല. ഇതാണ് കാര്യം. നിങ്ങളൊരു സാധനം നോക്കുമ്പോൾ സിംഗിൾ ഫോക്കസ്, ആ സാധനം ആണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളിപ്പോൾ ഫോണിലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തിരുന്ന ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോവില്ല. ഒന്നല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ മറ്റൊന്നിൽ ശ്രദ്ധിക്കാം. ഏതൊരു സമയത്ത് ഒരു കാര്യത്തിൽ പൂർണ്ണമായ ശ്രദ്ധ. എന്തുകൊണ്ട്? നമ്മൾ വന്ന ജെനറ്റിക്സ്, നമ്മുടെ എൻറ്റയർ ഹിസ്റ്ററി, സ്പീഷീസിൻ്റെ ഹിസ്റ്ററി. പുരുഷന്മാർ ഹണ്ടർ ഗ്യാദറർ എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്ങിന് പോകുന്നത് ജനറലി പുരുഷന്മാരാണ്. അമ്പും വില്ലും കോടാലിയും എന്ത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിലും ഇവരാണ് പോകുന്നത്. ഇവർക്ക് അവിടെ ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ വീഴ്ത്തി കൊണ്ടുവരണം ഭക്ഷണത്തിന്. എന്നാൽ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അവരാണ് കുട്ടികളെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് അവരുടെ മെയിൻ ഡിഫറൻസിന് കാരണം. നമ്മുടെ ഹിപ്പ് ബോണിൽ വരെ കംപ്ലീറ്റ്ലി ഡിഫറൻസ് ആണ്. നമ്മുടെ ബോഡിയിലെ ഡിഫറൻസസ് എല്ലാം കുട്ടികൾക്ക് ജന്മം കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും അവരെ പരിപോഷിക്കാനുള്ള ഒരു രീതിയാണ് സ്ത്രീകളുടെ മേക്ക്, ബോഡിയുടെ മേക്ക്. ഇതിൽ വരുന്ന ഈ 5 ഹോർമോണുമുണ്ട്, ഡിഫ്യൂസ്ഡ് ഫോക്കസ് ഉണ്ട്. ഇപ്പോൾ ഈ റൂമിൽ ഞാനിരിക്കുമ്പോൾ എനിക്ക് ഈ റൂമിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള എല്ലാം കാണാം, എല്ലാം ഇൻക്ലൂഡിങ് പുറത്ത് CCTV ഫിറ്റ് ചെയ്ത പോലത്തെ ഒരു 360 അല്ല, ഇവിടെ 270 ഡിഗ്രീസോളം, അറൌണ്ട് 270 ഡിഗ്രീസ് വരെ ഫുൾ ആയിട്ട് കാണാം. ഇവിടെ ഇത്രയും ഭാഗം ഫുള്ളി ഇൻ ഫോക്കസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഫോക്കസ്, ഇതാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു ഇത്തിരി മങ്ങിയ ഒരു അവസ്ഥയിലാണ് കാണാം, പക്ഷെ അങ്ങോട്ടൊന്നും ഫോക്കസ് ഇല്ല. ഞങ്ങൾക്ക് ഒരേ ഫോക്കസ് അല്ല. എന്തിനു വേണ്ടിയിട്ടാ അത്? 5 കുട്ടികളുണ്ട്, ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്നു, കോഴികളും ആടുകളും കൃഷിയും, പിന്നെ വയസ്സായ പേരൻസും അകത്തുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു സ്ത്രീ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മേക്ക് അതാണ്. അവർ ഡിഫ്യൂസ്ഡ് ഫോക്കസ് ഉള്ളതുകൊണ്ട് ഒരേ സമയത്ത് ഇവിടെ കറി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയോട് ആ വെള്ളത്തിൽ ചവിട്ടണ്ട എന്ന് പറയാനും, ഇവിടെ ഇരിക്കുന്ന കുട്ടിയെ ഒക്കത്തെടുത്ത് വെക്കാനും, അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ഫോണിലും കൂടെ സംസാരിക്കാനും പറ്റും. പക്ഷെ ഇതെല്ലാം ഹോർമോൺസ് ആണ് ഇതിനൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോർമോൺ ലെവൽസ് പതുക്കെ ഔട്ട് ഓഫ് ബാലൻസ് ആവും പെരിമെനോപോസൽ ടൈമിൽ. ബിക്കോസ് ഈ മറ്റേ നമ്മുടെ ഫാക്ടറി ഷിഫ്റ്റ് ആവുകയാണല്ലോ, അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഇവിടെയും അവിടെയൊക്കെ ആവും. കുറച്ച് കാലങ്ങൾക്ക്, മേ ബി 1 year, 2 years, 3 years, സം പീപ്പിൾ 4 or 5 years, ബേസ്ഡ് ഓൺ ഇവർക്ക് സപ്ലിമെൻറ്റേഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ.
നന്നായിട്ട് സപ്ലിമെന്റ് ചെയ്താൽ ഇത് വിതിൻ ഡേയ്സ്, വീക്സ്, മന്ത്സ് ശരിയാവും. സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് സപ്ലിമെന്റ് ആണോ അതോ അതെ, സപ്ലിമെന്റേഷൻ ഓഫ് വിറ്റമിൻസ്, മിനറൽസ്, എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അത് ബോഡിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഈ ഫങ്ഷനിങ്ങിൽ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ ടൈപ്പ് ഓഫ് ബിഹേവിയർ കാണിക്കില്ല. പക്ഷെ ഇപ്പൊ ഡിഫ്യൂസ്ഡ് ഫോക്കസും സിംഗിൾ ഫോക്കസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. ഇത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അറിയേണ്ട കാര്യമാണ്. ബിക്കോസ് ഒരു പുരുഷൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ലാപ്ടോപ്പിൽ ഇരുന്ന് എന്തോ പണി ചെയ്യുന്നു, അയാളുടെ ഭാര്യ ഇപ്പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഇയാൾ എന്നൊക്കെ പറയുന്നുണ്ടാവും, ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് അയാൾക്ക് കഴിയില്ല, അയാൾക്ക് സിംഗിൾ ഫോക്കസ് ആണ്, അയാൾ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവസാനം ഭാര്യയ്ക്ക് ദേഷ്യം വരും, ഞാൻ എത്ര നേരം ഇവിടെ ഇരുന്നൊരു കാര്യം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. ആദ്യത്തെ പോയിന്റ്, സ്ത്രീകൾ, ഡിഫ്യൂസ്ഡ് ഫോക്കസ് ഉള്ള സ്ത്രീകൾ സിംഗിൾ ഫോക്കസ് ഉള്ള പുരുഷന്മാരായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം അവരെ സമയം ചോദിക്കുക. എനിക്ക് ഒരു 5 മിനിറ്റ് സമയം തരാമോ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഈ വ്യക്തി ഉടനെ ലാപ്ടോപ്പ് നിർത്തി അയാളുടെ ആ സിംഗിൾ ഫോക്കസ് നിങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ സ്പോട്ട് ലൈറ്റ്. ഇവിടെ ഇരുന്ന സാധനത്തിനെ മാറ്റി ഇങ്ങോട്ടിട്ടു. ഇപ്പൊ ഫുൾ ശ്രദ്ധയുണ്ട്. ഇപ്പൊ പറഞ്ഞോളൂ, ആ പറയാനുള്ള 5 മിനിറ്റിന്റെ കാര്യം പറയൂ, ഇയാൾ ഫുള്ളായിട്ട് കേൾക്കും. സെക്കൻഡ് തിങ്, പുരുഷന്മാര് പ്രോബ്ലം സോൾവേഴ്സ് ആണ്. നമ്മൾ ഒരു പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ അല്ല വേണ്ടേ, എൻ്റെ പ്രശ്നങ്ങൾ വെറുതെ കുറച്ചു നേരം ഒരാൾ കേട്ടാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും എന്നാണെങ്കിൽ അത് ആദ്യമേ പുരുഷനോട് ക്ലിയർ ആയിട്ട് പറയണം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനും പറ്റില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഒരു വീർപ്പുമുട്ടൽ മാറി കിട്ടും കുറച്ചു നേരം ഒന്ന് പറഞ്ഞാൽ, ഒന്ന് കേട്ടിരിക്കാവോ. ബിക്കോസ് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യം, എനിക്ക് പുറത്തു പോയി ആരോടും പറയണ്ട. എൻ്റെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ആ സ്ത്രീ നിങ്ങളോടത് പറയുന്നത്. അപ്പം അവിടെ ചാടിക്കയറി, നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, നമുക്കത് ഉടനെ സോൾവ് ചെയ്യാം ഇങ്ങനെ. അപ്പോൾ അവർ പറയുന്നത് അല്ല, എനിക്ക് എൻ്റെ കാര്യം ഒന്ന്, അവർക്ക് അവരുടെ വീർപ്പുമുട്ടലൊന്ന് മാറ്റണം. അപ്പോൾ ഒന്ന്, സ്ത്രീകൾക്ക് ജനറലി മറ്റുള്ള സ്ത്രീ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ, അതായത് ഗോസിപ്പ് ചെയ്യാത്ത, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന സ്ത്രീ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ചേച്ചി അനിയത്തിമാർ, അല്ലെങ്കിൽ അമ്മ, അമ്മായിയമ്മ, ആരായാലും ആരെങ്കിലും വേണം ഈ ദിവസത്തെ വീർപ്പുമുട്ടലുകൾ ഷെയർ ചെയ്യാൻ. അല്ലെങ്കിൽ വിമൻസ് വാട്സാപ്പ് ഗ്രൂപ്പോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യൂ, അത് അത്യാവശ്യമാണ്. ബിക്കോസ് പുരുഷന്മാരുടെ അടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവർ ഉടനെ പ്രോബ്ലം സോൾവിങ് മോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. അതല്ല, സോൾവ് ചെയ്യല്ല, ആദ്യം എൻ്റെ വീർപ്പുമുട്ടൽ മാറണം എന്ന് ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് അവർക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. കുറേ നേരം ഇരുന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ അവർക്കൊരു ആശ്വാസം, കഴിഞ്ഞു, ഇപ്പോൾ പ്രശ്നമില്ല. ഇത് കേൾക്കുമ്പോൾ ഇത് നിസ്സാരം, ഇതെന്താണെന്നൊരു തോന്നലാണല്ലോ നമുക്കുണ്ടാവും. അല്ല, പുരുഷന് ഒന്നല്ലെങ്കിൽ നിസ്സാരമായിട്ട് തോന്നും, അല്ലെങ്കിൽ പുരുഷൻ ഇതിലേക്ക് ചാടി കയറി ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പോകും. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഇയാൾ ഇത് പറഞ്ഞു തീർക്കാൻ സമ്മതിക്കുന്നില്ല, ഇയാൾ ചാടി കയറുകയാണ് അതിനെ സോൾവ് ചെയ്യാൻ. ബിക്കോസ് പുരുഷന്റെ തലയുടെ മേക്ക് പ്രോബ്ലം സോൾവിങ്ങിനാണ്, സിംഗിൾ ഫോക്കസ് പോലെ തന്നെ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്സ് ഭയങ്കര ഈസി ആവും. ബിക്കോസ് പുരുഷന് മനസ്സിലായി, ഇവള് ഡിഫ്യൂസ്ഡ് ഫോക്കസിലാണ് കാണുന്നത്. എന്താ വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾ വീട്ടിലൊക്കെ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഇട്ടിരുന്ന കമ്മലേ കണ്ടിട്ടില്ല, അത് മാറ്റിയപ്പോഴാണ് ശ്രദ്ധിച്ചത് അല്ലേ. ആ സാധനം ഇപ്പൊ നിങ്ങളുടെ ഭാര്യ നല്ല രസമായിട്ട് ഉടുത്തൊരുങ്ങി വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നാ നിങ്ങൾ ശ്രദ്ധിക്കില്ല, അവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അവർ പറയും, ഞാൻ ഇത്ര ഉടുത്തൊരുങ്ങി പോയിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല, എന്ത് ശ്രദ്ധിച്ചേ ഇല്ല. പ്രത്യേകിച്ച് ആ സിംഗിൾ ഫോക്കസിനെ കൊണ്ടുവരണം അങ്ങോട്ട്. എൻ്റെ ഈ പുതിയ കമ്മൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. അപ്പോഴാണ് കമ്മലിലേക്ക് ഫോക്കസ് പോകുന്നത്. അപ്പം കൊള്ളാലോ, ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് അപ്പോഴേ ചോദിക്കുള്ളൂ. സ്ത്രീകൾക്ക് ഓൾറെഡി എല്ലാം ഡിഫ്യൂസ്ഡ് ഫോക്കസിലായതുകൊണ്ട് അവരുടെ വിചാരം ഞങ്ങൾ ലോകം കാണുന്ന പോലെ തന്നെയാണ് നിങ്ങൾ കാണുന്നതെന്നാണ്. അല്ല, ഇത് മനസ്സിലായാൽ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും വളരെ റെസ്പെക്ട്ഫുള്ളി ബിഹേവ് ചെയ്യാൻ പറ്റും, അതിന് ടൈലർമെയ്ഡായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഈ ബുക്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇൻവോൾവ്. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ട്. ഈ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോ ഈ ഉൾവലിയിലുണ്ടാവുമല്ലോ, അപ്പോ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളെ വേണ്ടാന്ന് വെക്കും. അമ്മയോടും അച്ഛനോടും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഏകാന്തത ഉണ്ടാവും. അങ്ങ് ഒരു ആരുമില്ലാത്ത, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു പെട്ടെന്ന് ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇതെന്താ കാര്യം എന്നറിയോ, അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അവർക്കേ മനസ്സിലാവുന്നില്ല.
അപ്പോൾ അവർ ഉൾവലിഞ്ഞിട്ട് ആദ്യം ഞാൻ തന്നെ എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാണ് വലിയുന്നത്. പക്ഷെ ഇതോടൊപ്പം ഉള്ളിലിരുന്നുകൊണ്ട് ഈ സംഘർഷം മാറുന്നില്ല, അവർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല അവരുടെ ബയോകെമിക്കൽ സ്ട്രെസ്സാണ്, ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്ട്രെസ് ആണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ബിക്കോസ് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ബ്രെയിനിന് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവില്ല, അത് ഓൾറെഡി സ്ട്രെസ്ഡ് ഔട്ട് ആണ്. അപ്പം ഇവർ ചെയ്യുന്നത് ഒരു സ്പൈറലിലേക്ക് അങ്ങ് വീഴുകയാണ്. അതായത് എന്തോ പ്രശ്നമുണ്ട് എന്ന് ആലോചിച്ച് ആദി കൂടും. പിന്നെ ഇതിലിപ്പോൾ ആരെങ്കിലും വന്നാൽ നമുക്കൊരു പേടി, ഒരു കുറ്റബോധം, ഒരു ചമ്മൽ, എന്തോ കുറവുണ്ട്, എനിക്കെന്തോ കുഴപ്പമുണ്ട്. ഇതാണ് അവരുടെ മൈൻഡിൽ പോകുന്ന ചിന്ത, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുന്നത്, ഒട്ടും പ്ലസന്റ് അല്ലാത്തൊരു ഫേസാണ്. അതിൻ്റെ വഴി സപ്ലിമെന്റേഷൻ ത്രൂ ഫങ്ഷണൽ മെഡിസിൻ ആണ്. ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും സ്ത്രീ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യുന്നത് പുരുഷനാണല്ലോ, പെട്ടെന്ന് അതെ, മനസ്സിലാവുന്നു. ബിക്കോസ് അയാളുടെ ലൈഫിൽ അയാൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പാറ്റേണിലുള്ള മാറ്റമാണ്. ഞാൻ പറയുകയാണെങ്കിൽ അതിനെ ഒരു ബന്ധമായിട്ടോ അല്ലെ ഷട്ടറിലായിട്ടോ കാണാം. അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറുമ്പോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോ നിനക്ക് വട്ടാണ്. അല്ല, മനസ്സിലായോ? ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ത്രീയുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതോ പുറത്ത് എന്തോ കുഴപ്പമുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പക്ഷെ ആരും അറിയണ്ടായിപ്പോയത് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇയാള് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞെട്ടി, അയ്യോ ഇയാള് കണ്ടുപിടിച്ചു എനിക്കെന്തോ കുഴപ്പമുണ്ട്. അപ്പൊ ഉടനെ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. എന്താ എനിക്കെന്താ കുഴപ്പം എനിക്കല്ല, നിങ്ങൾ കാണുന്നല്ലേ പറയുള്ളൂ ഏതൊരു മനുഷ്യനും. അത് നാച്ചുറലി ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് അവർക്ക് അക്യൂസേഷൻ ആയിട്ടേ തോന്നുള്ളൂ. അത് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ബ്രെയിൻ ഫോഗ്, കൺഫ്യൂഷൻ, ഇതൊക്കെ സിംറ്റംസ് ഓഫ് പെരിമെനോപോസ് ആണ്. നിങ്ങൾ ബ്ലാക്ക് ഔട്ട് ആവുക. അതായത് എന്തോ ചിന്തിച്ച് കിച്ചണിലേക്ക് കയറിയ ആൾക്കും ഓർമ്മയില്ല എന്തിനാ ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നത്. നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണ് ഇൻ പെരിമെനോപോസ്. നിങ്ങളുടെ ന്യൂറോ കെമിസ്ട്രി എല്ലാം ഓഫാണ്. ഫോൺ എടുക്കുന്നു, എന്തിനപ്പോൾ ഫോൺ എടുത്ത് ആരോ വിളിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ദൈവമേ എനിക്കെന്തോ സംഭവിക്കുന്നുണ്ടോ, ഞാൻ ഇങ്ങനെ അധപതിച്ച് ഇല്ലാണ്ടാവാൻ പോവാണെന്നാണ് നമ്മുടെ ബോഡി നമുക്ക് തരുന്ന സിഗ്നൽ. ഞാനൊക്കെ എത്ര ദിവസങ്ങൾ കരഞ്ഞിട്ടുണ്ടെന്നറിയോ. ഓൾമോസ്റ്റ് എല്ലാ മാസവും ഏകദേശം ഒരേ സമയമാകുമ്പോൾ ഞാൻ കരച്ചിലും ലൈഫ് ഇസ് മീനിങ്ലെസ് എന്നൊക്കെയുള്ള അവസ്ഥയിൽ, മറ്റേ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എഴുതിയ ആൾക്കാണ് സംഭവിക്കുന്നത്. ഇത്രയും വ്യക്തത ഉണ്ടായിട്ടും ഇത് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ, അത്ര വ്യക്തത ഇല്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾ അതിൽ എത്ര മടങ്ങ് കൂടുതലായിരിക്കും സഫർ ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി വേസ്റ്റായി, എനിക്ക് കുറ്റബോധം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫ് വെറുതെ പാഴായി പോകുമല്ലോ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഗിൽട്ടും ഷെയിമിലൊക്കെയാണ് കടന്നു പോകുന്നത്. അതിന്റെ ഇടയിലാണ് കാഷ്വൽ ആയിട്ട് നമ്മുടെ സിംഗിൾ ഫോക്കസിന്റെ ആള് വന്നിട്ട് നേരെ നോക്കിയിട്ട് എന്താ കുഴപ്പം. അതിന്റെ അപ്പുറത്തേക്കുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സഹായം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണണമെന്ന് തോന്നി ആദ്യം പറയുന്നത് സൈക്കാട്രിസ്റ്റിനെ ഒന്ന് കണ്ടാലോ, തീർന്നില്ല. അതല്ലേ ഹസ്ബൻഡ് പറയുന്നത്. ബിക്കോസ് ഇതെന്തോ സ്വഭാവത്തിലുള്ള മാറ്റമാണല്ലോ. സ്വഭാവത്തിന്റെ മാറ്റം ശരീരത്തിന്റെ ഉള്ളിൽ നിന്നാ വന്നതെന്ന് ചിന്തിക്കുന്നില്ല. ബിക്കോസ് ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ. ഇവിടെ സിമ്പിൾ കാര്യം, നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ ആരും കുറ്റക്കാരല്ല. ഇവിടെ പുരുഷനോ സ്ത്രീയോ കുറ്റക്കാരല്ല, നമ്മുടെ സമൂഹവും കുറ്റക്കാരല്ല. നമ്മുടെ മെഡിക്കൽ സയൻസ് ഇപ്പം പതുക്കെ വളർന്നു വരുന്നു. നമ്മളൊരു വളരെ വളരെ പുതിയ സ്പീഷീസാണ് ഏർത്തിൽ. മറ്റുള്ളവരെ വെച്ച് നോക്കിയാൽ മറ്റുള്ള മൃഗങ്ങളെക്കാളൊക്കെ നമ്മൾ ന്യൂ എൻട്രീസാണ്. നമ്മളെ തന്നെ ഒരുപാട് പ്രഷർ ഇടരുത്. നമ്മളെ പഠിച്ചു വരുന്നുള്ളൂ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഒന്നല്ലെങ്കിൽ കഴിച്ചാൽ വണ്ണം വെക്കും, അല്ലെങ്കിൽ BP വരും, അല്ലെങ്കിൽ ഷുഗർ വരും എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് പോലും അറിയാത്തൊരു സ്പീഷീസാണ് നമ്മൾ. അപ്പം നമുക്ക് തന്നെ കുറച്ച് ഇളവ് കൊടുക്കുക. നമ്മുടെ ശരീരത്തിന് എന്താണ് കുറവുള്ളതെന്ന് കണ്ടെത്തി നമ്മളിപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കല്ലേ. മോഡേൺ മെഡിക്കൽ സയൻസ് ഇപ്പോൾ അവിടെ വരെ വളർന്നിരിക്കുന്നു. ഇനി അടുത്ത 5 വർഷത്തിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ കിടക്കുന്നു, അടുത്ത 10 വർഷത്തിൽ എന്തൊക്കെ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണേണ്ടത് ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ ആണെന്നുള്ളത് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അറിവാണ് ശരിക്കും. ഇങ്ങനെ ഇതിപ്പോ എല്ലാവർക്കും ഈ ഒന്നല്ലെങ്കിൽ ഇതോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ ഹസ്ബൻഡിനോ വൈഫിനോ അനുഭവിക്കുന്ന കുറേ പ്രേക്ഷകർ നമുക്കുണ്ടാവും. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിപ്പം ഇതിന് ഇന്റർനെറ്റ് നോക്കിയാൽ ഒന്നും കാണാനില്ല. ഇതിനൊരു സൊല്യൂഷൻസോ എന്താന്ന് പോലും. പക്ഷെ നമ്മള് എന്റെ ഭാര്യക്ക് ദേഷ്യം കൂടുതലാണ്, ഇതല്ലേ എനിക്ക് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് എന്താന്ന് മനസ്സിലാവില്ലല്ലോ.
അതെ അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ അല്ല സംസാരിക്കുന്നത്. അതെ അതെനിക്ക് ചർച്ച ചെയ്യാൻ അതത്ര പറ്റുമോ? വേഗല്ലേ ഒന്നും അറിയത്തില്ല, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും. ആക്റ്റീവ് വോൾക്കാനോ ആണ്, എപ്പോഴാണ് പൊട്ടണമെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അറിയില്ല, സ്ത്രീകൾക്ക് അറിയില്ല. Fuming ആണ്. അപ്പൊ ഇതില് ഈ ചോദിച്ചു വന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സോ വാട്ട് ഇസ് ദ സൊല്യൂഷൻ Yes. അല്ലെ? നമ്മൾ പ്രോബ്ലം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. വാട്ട് ഇസ് ദ സൊല്യൂഷൻ? അതെ. സൊല്യൂഷൻ ഒന്ന്, ലൈഫ് സ്റ്റൈൽ, എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടക്കണം എന്ന ബേസിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതാരും പാലിക്കാറില്ല. ബേസിക്കലി രാവിലെ സമയത്തിന് എണീക്കണം, വെയിൽ കൊള്ളണം, എക്സസൈസ് ചെയ്യണം, ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, ജങ്ക് ഫുഡ് കഴിക്കരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരും പാലിക്കാറില്ല. നമ്മൾ ഒരു 7-8 മണിക്കൂർ ഉറക്കം കിട്ടണം. മിക്ക ആൾക്കാർക്കും 4-5 മണിക്കൂറാണ് ഉറക്കം കിട്ടുന്നത്. അവിടെ തന്നെ തീർന്നു. നമ്മുടെ ബേസിക് ഹെൽത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ മോശമാണ്. ഒരു വീട് കെട്ടുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനെല്ലാം ആദ്യം നോക്കേണ്ടത്. നമ്മുടെ ഫൗണ്ടേഷൻസ് ജനറലി നമ്മുടെ സൊസൈറ്റിയിൽ വളരെ മോശം. ഇന്ത്യയിൽ ഡിന്നർ കഴിക്കുന്ന സമയം 9 മണിക്ക് ശേഷമാണ്. ഇറ്റ്സ് വെരി അൺഹെൽത്തി. അത് കഴിച്ച ഉടനെ പോയി കിടന്നുറങ്ങും. അത് ഡൈജസ്റ്റ് ആവില്ല ശരിക്കും. നമ്മൾ രാവിലെ എണീക്കുന്നത് ഓൾറെഡി ഒരു ഇൻസുലിൻ സ്പൈക്കോട് കൂടിയിട്ട്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള കൺട്രിയാണ് ഇന്ത്യ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള കൺട്രിയാണ് ഇന്ത്യ. എന്നാൽ ഏറ്റവും കുറവ് ജങ്ക് ഫുഡായിരിക്കും നമ്മൾ കഴിക്കുന്നത്. നമ്മൾ വീട്ടിലെ ആഹാരം കഴിക്കുന്നത്. പക്ഷെ കഴിക്കുന്ന പ്രൊപ്പോർഷൻസ് ഡിഫറെൻ്റ് ആണ്. ചോറിൻ്റെ അളവ്, എടുക്കുന്ന ശാരീരിക വ്യായാമം ഡിഫറെൻ്റ് ആണ്. എല്ലാവരും കാറിൽ കറങ്ങി നടക്കുന്നു. എന്നിട്ട് അപ്പൂപ്പൻ കഴിച്ച അതേ ക്വാണ്ടിറ്റി ഓഫ് ചോറാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പൂപ്പൻ പക്ഷെ 15 കിലോമീറ്റർ നടന്നിരുന്നു ഡെയിലി, ജോലിക്ക് പോകാനും എവിടെ പോകാനും. നമ്മളിപ്പോൾ എങ്ങോട്ടും നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഒന്നും കോൺഷ്യസ് അല്ല. നമ്മൾ എന്തോ ഒരു ഓട്ടോ പൈലറ്റിൽ ജീവിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് എല്ലാം താഴ്മാറാവുമ്പോൾ ഇനി ഒരു സപ്ലിമെൻറ്റിൽ അത് തീരണം എന്ന് പറയും. ഷുഗർ വന്നു, അപ്പോൾ ഷുഗറിൻ്റെ ഗുളിക കഴിക്കാം. നോ, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മാറ്റൂ, നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാം. പക്ഷെ നമ്മൾ ഓടിപ്പോകുന്ന ഡോക്ടറുടെ അടുത്ത് പറയുന്നത് എനിക്ക് ലൈഫ് സ്റ്റൈലൊന്നും മാറ്റാൻ പറ്റില്ല, പക്ഷെ ഷുഗർ മാറണം. അപ്പോൾ ഡോക്ടർ എന്താ ചെയ്യുക? ശരി, എന്നാൽ ഈ മരുന്ന് കഴിച്ചോ. അല്ല, എനിക്ക് എക്സസൈസിനൊന്നും നേരമില്ല, എനിക്ക് ഓഫീസിൽ പോകണേ, പിന്നെ എനിക്ക് കുട്ടികളെ നോക്കണം, അപ്പോൾ അത് സമയം ഉണ്ടാവില്ല എക്സസൈസ് ചെയ്യാൻ. നിങ്ങളിതെല്ലാം തീരുമാനിക്കുക. നിങ്ങളുടെ ലൈഫിലെ നമ്പർ 1 പ്രയോറിറ്റി എന്താണ്? ആരോഗ്യം. അല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ അത് റോങ് ആണ്. ആരുടെ പ്രയോറിറ്റി വേറെ എന്തായാലും ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? ഏറ്റവും കൂടുതൽ പണമോ പ്രശസ്തിയോ എന്തുണ്ടായിട്ടും യു ഡോണ്ട് ഹാവ് ഹെൽത്ത്, യു കനോട്ട് എൻജോയ് എനിത്തിങ്. ഹാപ്പിനെസ് കനോട്ട് ബി ഹാഡ് ഇഫ് യു ആർ ഇൽ. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ എവറിബഡീസ് ലൈഫ് ഇസ് ദിയർ ഹെൽത്ത്. അപ്പോൾ ഇനി അതിന് സമയം കണ്ടെത്തിയിട്ട്, അതിനു വേണ്ടിയാണല്ലോ ജോലിക്ക് പോകുന്നത്. ജോലിക്ക് പോകുന്നത് പൈസ ഉണ്ടാക്കാനാണ്. എന്തിന്? ആ പൈസ നിങ്ങൾ എങ്ങനെ ആസ്വദിക്കും? നിങ്ങൾ ആരോഗ്യമില്ല. അപ്പോൾ ദിസ് ഈസ് ദ ചേഞ്ച് ദാറ്റ് വി വിൽ ബ്രിങ്. ഒന്ന്, നിങ്ങൾ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കാണുക. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിവിലുള്ള ഹെൽത്തി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ പെരിമെനോപോസിൽ ഉറങ്ങണം എന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? 7-8 മണിക്കൂർ ഉറക്കം വേണം. എനിക്കറിയാം. ഞാൻ ഡിന്നർ നേരത്തെ കഴിക്കും. 7 മണിക്കുള്ളിൽ ഞാൻ ഡിന്നർ കഴിക്കും. ഞാൻ 9:30-ക്കുള്ളിൽ പോയി കിടക്കും. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കാണും. വൈ ഫങ്ഷണൽ മെഡിസിൻ അല്ലേ? ട്രഡീഷണൽ വെസ്റ്റേൺ മെഡിസിൻ ഓർ ആയുർവേദ ഓർ ഹോമിയോപ്പത്തി, ദേ ആർ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ്. അവർ അസുഖങ്ങളെ ചികിത്സിക്കുന്ന മോഡാലിറ്റീസ് ആണ്. അതാണ് അവരുടെ ജോലി. അസുഖത്തിനെ ചികിത്സിക്കുക അല്ലേ? അതിനാണ് ആ ഫെസിലിറ്റീസ്. ഫങ്ഷണൽ മെഡിസിൻ ഇപ്പോൾ പെരിമെനോപോസ് ഒരു അസുഖമല്ല, ഇതൊരു ജീവിത ശൈലി, കാരണം ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെ ചെയ്യുന്ന എന്താ? റൂട്ട് കോസ്. എല്ലാവരുടെ റൂട്ട് കോസ് ഡിഫറെന്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി എല്ലാവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്, അവരുടെ ജോലികൾ ഡിഫറെന്റ് ആണ്, അവരുടെ ബോഡി കെമിസ്ട്രി ഡിഫറെന്റ് ആണ്, അവരുടെ ജെനറ്റിക്സ് ഡിഫറെന്റ് ആണ്. ഇവർ റൂട്ട് കോസാണ് നോക്കണം. നിങ്ങളൊരു തലവേദനയായിട്ട് പോയാൽ തലവേദനയ്ക്കുള്ള ഗുളിക മാത്രമല്ല, എന്തുകൊണ്ട് ഈ തലവേദന വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക. എന്തുകൊണ്ട് വരുന്നു എന്ന് അന്വേഷിക്കും. അതാണ് ഫങ്ഷണൽ മെഡിസിൻ. റൂട്ട് കോസിലേക്ക് പോകും. അപ്പോൾ എൻ്റെ സിംറ്റംസ് എന്തുകൊണ്ടായിരുന്നു? പെരിമെനോപോസ് എന്ന സിംറ്റംസ് ആണ്, പെരിമെനോപോസൽ സിംറ്റംസ്. എല്ലാവരുടെ സിംറ്റംസ് വേറെ കാരണങ്ങൾ കൊണ്ടാണ്. എൻ്റെ ഹോർമോണൽ ഡിക്ലൈൻ കാരണമായിരുന്നില്ല. എൻ്റെ ഹോർമോണൽ ലെവൽസ് നല്ല സ്റ്റഡിയാണ്. ഇപ്പോഴും വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു സൈക്കിൾസ് ഉള്ള ആളാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പെരിമെനോപോസൽ സിംറ്റംസ് അനുഭവപ്പെട്ടത്? എൻ്റെ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി കാരണം.
അയൺ സ്റ്റോഴ്സ് കുറവായിരുന്നു. എൻ്റെ അയൺ സ്റ്റോഴ്സ് ബെറ്റർ ആക്കിയപ്പോൾ നാച്ചുറലി ഞാൻ ഫുള്ളി ഹെൽത്തി ആയി. ഇപ്പോൾ എല്ലാ സിംറ്റംസും പോയി. എൻ്റെ വെയിറ്റ് ലോസും സംഭവിച്ചു. എനിക്ക് മെൻ്റൽ ക്ലാരിറ്റി വന്നു. എൻ്റെ ഉറക്കം പെർഫെക്റ്റ് ആണ്. ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട് റിങ് വെച്ചിട്ട്. ശരി. അൾട്രാ ഹ്യൂമൻ്റെ റിങ് ഇട്ടിട്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഉറക്കത്തിൻ്റെ ലെവൽ എനിക്കറിയാം. ഹൗ മച്ച് ഡീപ്പ് സ്ലീപ്പ് എം ഐ ഗെറ്റിംഗ്. ഞാൻ ആ ലെവലിൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സിംറ്റംസ് മാറി. ഒരു ദേഷ്യവും ഇല്ല, ഒരു നിരാശയും ഇല്ല, ഒരു കരച്ചിലും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല ലൈഫിൽ. എനിക്ക് ആരൊക്കെ എന്തൊക്കെ പ്രശ്നമായിട്ട് തോന്നിയിരുന്നോ അതൊന്നും ഇപ്പോൾ ഇല്ല. എനിക്ക് മനസ്സിലായി അത് എൻ്റെ ബ്രെയിൻ പ്രൊജക്റ്റ് ചെയ്തിരുന്ന ഒരു ഫാൾസ് റിയാലിറ്റി ആയിരുന്നു. ബിക്കോസ് ദാറ്റ് ബ്രെയിൻ വാസ് നോട്ട് ഹെൽത്തി. എ ഹെൽത്തി ബ്രെയിൻ വിൽ പ്രൊജക്ട് ദ റൈറ്റ് പോസിറ്റീവ് ഫീലിംഗ്. പെണ്ണ് ഉൾവലിയും എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഉൾവലിഞ്ഞിട്ട് പിന്നീട് ചിലപ്പോൾ അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ പോകും. പക്ഷെ ഇതേസമയം ആണിനൊരു ഉൾവലിയുന്നൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. ആണുങ്ങൾ ഉൾവലിയല്ല, ആ റിലേഷൻഷിപ്പിൽ നിന്നും അവർ പിൻവലിയും. നമ്മൾ ഉൾവലിയുമ്പോൾ അവർ പിൻവലിയും. ബിക്കോസ് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ആണുങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയോ ലൈഫിൽ ഏറ്റവും കൂടുതൽ? ഞാൻ പറയാം, അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയാം. ബിക്കോസ് ഞാൻ ആണുങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയാൻ പാടില്ല. എൻ്റെ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഇത് റോങ് ആണെങ്കിൽ റോങ് ആണ്, യെസ് ആണെങ്കിൽ യെസ് എന്ന് പറയും. മെയിൻലി പുരുഷന്മാർക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. 1 is റെസ്പെക്ട്, 2 is അപ്രിസിയേഷൻ. ആ അപ്രിസിയേഷന് ദേ വോണ്ട് ടു ബി ഓഫ് സർവീസ് ആൻഡ് പ്രൊട്ടക്ഷൻ. അവരുടെ ലവ്ഡ് വൺസിന്, അവർക്ക് സ്നേഹമുള്ളവർക്ക്, അവർക്ക് അവരെ പ്രൊവൈഡ് ആൻഡ് പ്രൊട്ടക്റ്റ് ആണ് അവരുടെ മെയിൻ റോൾസ്. അവരുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ബിക്കോസ് വൺ ഹോർമോൺ സിസ്റ്റം, സിംഗിൾ ഫോക്കസ്. മെൻ ആർ എ സിമ്പിൾ ആൻഡ് വെരി നീറ്റ് സിസ്റ്റം. കൺസിസ്റ്റൻസി ഉണ്ട്. ഡെയിലി ഒരുപോലെ 24 hours നല്ല വൃത്തിക്ക് നടക്കുന്ന ഒരു മെഷീനാണത്. അവർക്ക് വേണ്ടത് ബേസിക് റെസ്പെക്റ്റ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ആ അപ്രീസിയേഷൻ വേണമെങ്കിൽ പ്രോബ്ലം സോൾവേഴ്സ് ആണ് അവർ. അപ്പോൾ ഒരു സ്ത്രീ അവരോടൊരു പ്രോബ്ലം പറയണം. അതുകൊണ്ടാണ് അവർ വന്ന് ചോദിക്കുന്നത് എന്താ പ്രശ്നം. അല്ലാതെ നിനക്കെന്തോ പ്രശ്നമുണ്ട് എന്നല്ല അവർ പറയുന്നത്. അവർ പ്രോബ്ലം സോൾവേഴ്സ് ആണ്. അവർ ചോദിക്കുകയാണ് എനിക്ക് പ്രശ്നം തരൂ, ഞാൻ പരിഹാരം കണ്ടെത്താം. അപ്പോൾ സ്ത്രീ പറയുന്നു നിങ്ങൾ കുറേ പരിഹാരം കണ്ടെത്തും. സ്പോട്ടിൽ ഡിസ്റെസ്പെക്റ്റ് വന്നു. നൗ ഈ സ്ത്രീ ഉൾവലിഞ്ഞ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ പുരുഷൻ ഇപ്പോൾ പിൻവലിയും. ഓഹോ, എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഈഗോ വർക്കൗട്ടായി. സ്ത്രീയുടെ ഈഗോ പോലെ അല്ല പുരുഷൻ്റെ ഈഗോ. അത് വളരെ മസിലുള്ള ഒരു സാധനമാണ്. അതിന് നല്ല തണ്ടയിടം ഉണ്ട്. ഒരിക്കലും ഒരു പുരുഷൻ്റെ ഈഗോനെ അങ്ങോട്ട് ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്താൽ പിന്നെ അത് തിരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് ആണ്. ഇത് ഒരു പർട്ടിക്കുലർ പുരുഷൻ്റെ കാര്യമല്ല, ഏത് പുരുഷനും ബേസിക്കലി ഇങ്ങനെയാണ്. അതിൻ്റെ മുകളിൽ പിന്നെ നമ്മുടേതായ കുറേ വ്യത്യാസങ്ങളും യൂണിക്നെസ് ഒക്കെ വരും. ഞാൻ പറഞ്ഞ കറക്റ്റാണോ? കറക്റ്റാണ്. നമ്മൾ ഈ പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഈ സാധനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, ഇതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്റ്റേജിൽ പെട്ടെന്ന് ഇത് നിൽക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വേറെ സാധനം കൂടി വരും. നമുക്ക് മക്കളുണ്ട്, മക്കൾ ടീനേജ് ആവും, അവൻ്റെ സംഭവം പെട്ടെന്ന് മാറും. ഈ രണ്ടും കൂടി വന്നാലത്തെ സ്ഥിതി എന്നാലോചിക്കും. അതിനെ ഈ ചെകുത്താനും നടുക്കടലിന്റെ അങ്ങനത്തെ അവസ്ഥയുള്ള പുരുഷന്മാരുണ്ട്. ഞാനും ഒരു പരിധി വരെ അങ്ങനെയാണ്. ഞാൻ ആരെയും ചെകുത്താനൊന്നും വിളിച്ചില്ല കേട്ടോ. ഇതിന്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പഴഞ്ചൊല്ലാണ്. ഇതുവരെ നമ്മൾ പൊന്നെ തേനെ മാരെന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന ചെക്കൻ അല്ലെ പെണ്ണ്, ഇവൻ പെട്ടെന്ന് ടീനേജർ ആകുമ്പോ അവൻ വേറെ ഒരാളായി മാറും. ലീവ് മീ അലോൺ. ഇവൻ എല്ലാത്തിലും ഇവൻ നേരിടുന്നത് 2 സൈഡിൽ നിന്നും ലീവ് മീ അലോൺ അല്ല. അതെ 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 അതെ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഞാൻ അലോണായി. ഇതിന്റെ ഒക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പുരുഷന്മാര് വളരെ എന്താ പറയാ യൂസ്ഡായി അവരുടെ എല്ലാ പ്രോബ്ലംസും വൈഫായിട്ട് ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഒരു വർഷങ്ങളായിട്ടുള്ള ശീലത്തിൽ നിന്ന് യൂസ്ഡായി. ഇപ്പൊ ആ മെയിൻ ഡിസ്കഷൻ പാർട്ട്ണറെ നമ്മുടെ എതിരെ തിരിഞ്ഞാല് ഒരു ഒറ്റപ്പെടലും കൺഫ്യൂഷനും വരുന്നുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് വേറെ പ്രശ്നമുണ്ട്. അവർക്കിതൊന്നും പുറമേക്ക് കാണിക്കാനും പാടില്ല. അവർക്ക് കൺഫ്യൂഷനും വരുന്നുണ്ട്, എന്താ പറയുക, നിസ്സഹായത. ഇതാണ് പുരുഷന് ഏറ്റവും അലർജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. പുരുഷന്മാർക്ക് നിസ്സഹായത അവർക്ക് താങ്ങാൻ പറ്റില്ല. വേറെ വളരെ കറക്റ്റ്, ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞൊരു ഫീലാണ്. ആ നിസ്സഹായതയാണ് ഇവിടെ പുരുഷനെ ഇട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാധനം. അപ്പൊ അവിടെയാണ് ഈ ബുക്കിന്റെ ഇംഗ്ലീഷ് ബുക്കിന്റെ ടാഗ് ലൈൻ ഉണ്ട്, മലയാളത്തിലും അവരത് ഇട്ടിട്ടുണ്ട്. ഫോർ ദ മിഡ് ലൈഫ് ഗൈഡ് ഫോർ വിമൻ ആൻഡ് ദെയർ മെൻ. ഇത്
ഒരു സൊസൈറ്റൽ പ്രോബ്ലമായി മാറും. അല്ല, ഇത് സൊസൈറ്റിയിൽ പൊതുവേ ഉള്ളതാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഇതിൻ്റെ രണ്ട് വശങ്ങളും ഹെഡ്സും ടെയിൽസും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരു ടീമാണ്. നമുക്ക് ഇത് കോഓപ്പറേറ്റീവായിട്ടേ പോകാൻ പറ്റുള്ളൂ. സിംഗിൾ ഫോക്കസും ഡിഫ്യൂസ് ഫോക്കസും ഒരുമിച്ച് കൂടിയാലേ നമ്മളൊരു ശക്തമായ ടീമാവുന്നുള്ളൂ. ഒരാൾ പരിസ്ഥിതി മുഴുവൻ നോക്കുന്നു, വേറൊരാൾ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്നു. ബ്രില്യൻറ്റ് ടീമാണ്. ഈ ടീമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അത് സ്ത്രീകൾക്ക് ഈ ഇടയിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രോബ്ലമിൽ എന്തായാലും അവരുടെ ഹസ്ബൻഡ്സ് അവരുടെ കൂടെ നിൽക്കും. അവർക്ക് ഈ പ്രോബ്ലം വരുമ്പോൾ തന്നെ അവർ ആദ്യം പോയി പറയേണ്ടത് അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്. അതായത്, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ എനിക്ക് ഉറക്കല്ലായ്മയുണ്ട്, എനിക്ക് ഇത് വരുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് നിങ്ങളെയാണ് ഏറ്റവും ദേഷ്യമായിട്ട് വരുന്നത് എന്നൊക്കെ പറയണം. ആ ഫ്രീഡം നമ്മുടെ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 5 years നമ്മുടെ സൊസൈറ്റി തന്നെ മാറും. ഇതൊരു ചെയിൻ ഇഫക്റ്റ് ആണ്. വീട്ടിൽ നടക്കുന്ന പ്രശ്നം കുട്ടികളുടെ മെക്കെട്ട് ഇറക്കുന്നു, പിന്നെ ഓഫീസിൽ ഇറക്കുന്നു, പിന്നെ റോഡിലുള്ള എല്ലാവരുടെ അടുത്ത് ഇറക്കുന്നു. ഇത് കെയോസ് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അതിൻ്റെ ഇടയിൽ കുട്ടികൾ അവരുടെ വീട്ടിൽ ഈ കെയോസ് വരുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അവർ ഓൾറെഡി അവരുടേതായ ശാരീരികമായ കൺഫ്യൂഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മേലെ ഇപ്പോൾ വീട്ടിലും വേറെ എന്തോ യുദ്ധഭൂമി, അവരും കൺഫ്യൂസ്ഡ് ആവുന്നു. അങ്ങനെയാണ് പലപ്പോഴും പിള്ളേർ ഡ്രഗ്സിനൊക്കെ പോയി തലവെക്കുന്നത്. ഇത് എത്ര വലിയ സൊസൈറ്റൽ പ്രോബ്ലം ആണെന്നുള്ളതാണ്. ഇവിടെ ആരും കൾപ്രിറ്റ്സ് അല്ല, ഒരാളുടെയും തെറ്റല്ല ഇത്. നമ്മൾ ആസ് എ സ്പീഷീസ് വളർന്നു വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മളിവിടെ എനിമീസ് അല്ല, നമ്മളൊരു ഫാമിലിയാണ്. ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അവരെ ഏറ്റവും സ്നേഹബന്ധത്തിന്റെ ഒരു കൂട്ടായ്മയാണ് അവര്. ആ സിംഗിൾ സാധനം ഉള്ളൂ ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയതിനു ശേഷം. അതാ പ്രശ്നം. ബിക്കോസ് ഇപ്പൊ നമ്മൾ ജോയിന്റ് ഫാമിലിയിലല്ല, വേറെ അതിന്റെ അപ്പുറത്തേക്ക് പറയാനും ആരുമില്ല, ആരും പുറത്തും പറയുന്നില്ല. അവരുടെ വിചാരം അവരുടെ വീട്ടിൽ മാത്രം പ്രശ്നമാണെന്ന്. ഒരു കോളനി ഓഫ് ഒരു ഹൗസിംഗ് കോളനി എടുക്കൂ, അല്ലെങ്കിൽ ഒരു വില്ല കമ്മ്യൂണിറ്റി എടുക്കൂ, എല്ലാ വില്ലയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ എല്ലാവരും വിചാരം നമ്മുടെ വീട്ടിലെ പ്രശ്നമാണ്. പുറത്ത് അവർ കണ്ടോ എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കണേ. എന്താ, നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് കാണിക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഫോട്ടോസ് എപ്പോഴും ചിരിച്ചുകൊണ്ട് ഫാമിലി ആയിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുക്കുന്ന സന്ദർഭം കണ്ടിട്ടുണ്ടോ? നമ്മൾ പുറമെ നിന്ന് വെറുതെ വാച്ച് ചെയ്തിരിക്കുക. എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാം, എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് ഉടനെ എല്ലാവരും അങ്ങ് പോയി അവരുടെ വഴിക്ക്. ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഫേക്ക് ജീവിതം നിർത്തുക, ജെന്യുവനായിട്ട് പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുക, ജെന്യുവനായിട്ട് അങ്ങോട്ടും ലവ് ആൻഡ് റെസ്പെക്റ്റ്, ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്കിത് താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈസി ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫൈനലി നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ഹെൽത്താണ്. ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയേ പറ്റുള്ളൂ. ഉറക്കം, ഭക്ഷണം, എക്സസൈസ് മസ്റ്റായിട്ട്. അതിന് വേണ്ട രീതികളെല്ലാം ബുക്കിൽ മാക്സിമം ക്ലാരിറ്റിയിൽ കൊടുത്തു. സ്ത്രീകൾക്ക് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? കാരണം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് നോക്കിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ മനസ്സ് കാണിച്ചതും അത് ആ പ്രശ്നങ്ങൾ എഴുതാൻ മനസ്സ് കാണിച്ചതും അതിപ്പോൾ പബ്ലിഷ് ചെയ്തു. ഇത് എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഉപകാരപ്രദമായ ഗ്രന്ഥമാകട്ടെ. താങ്ക് യു. കുറച്ചും കൂടി മനസ്സിലാവാനാണെങ്കിൽ എനിക്കിത് ശരിക്കും ഒന്ന് ഉപമിക്കാൻ പറ്റുന്നത് അർത്ഥശാസ്ത്രത്തിന്റെ കൊടുത്ത ഒരു ഡെഫിനിഷനാണ്. അർത്ഥശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അർത്ഥം മണിയാണ്, ദ സയൻസ് ഓഫ് മണി എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചാണക്യന്റെ. പക്ഷെ അത് അങ്ങനത്തെ ഒരു പുസ്തകമല്ല. രാജനീതിയെക്കുറിച്ചും എവരി പൊളിറ്റിക്കൽ സോഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ചും പറയുന്ന പുസ്തകമാണ്. അതേപോലെയാണ് എനിക്കിത് തോന്നിയത്. കാരണം ഇത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞപ്പോൾ വുമൺ ആൻഡ് ദെയർ മെൻ എന്നൊക്കെ ഞാൻ വായിച്ചു, അതുകൊണ്ട് എടുത്തിട്ടില്ല. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിനി ഇത് ആണുങ്ങൾക്കുള്ള പുസ്തകമായിട്ട് ഇറക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രോഗ്രാമിൽ മേഡം മെന്നിന്റെ കാര്യം എടുത്തു പറഞ്ഞു. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ ടോപ്പിക്ക് മനസ്സിലായിക്കൊണ്ട് അവർ ഒരുമിച്ചുള്ള അവരുടെ റിലേഷൻഷിപ്സിൽ 2 സൈഡിൽ നിന്നും 50-50% ഇട്ടാൽ പോരാ. 2 സൈഡിൽ നിന്നും 100% ഇടണം. ദാമ്പത്യം 100% ആവണമെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. വളരെ വളരെ അർത്ഥവത്തായ കോൺവെർസേഷൻസ് ആയിരുന്നു. ഐ എം വെരി ഹാപ്പി. ഇത്തരത്തിലുള്ള നല്ല സംഭാഷണങ്ങൾ നിങ്ങൾ നടത്തുന്നതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.